ഖബറിന്റെ അകത്തെന്റെ കൂടെ വേണം, നാളെ പരലോകത്തിന്റെ കൂടെ വേണം, മീസാനിൽ എന്റെ കൂടെ വേണം, സിറാത്തിൽ എന്റെ കൂടെ വേണം. അള്ളാഹുവിന്റെ സ്വർഗം വരെ കടന്നു വരുന്ന ചില കൂട്ടുകാരുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുത്ത ഒരുപാട് കൂട്ടുകാരുണ്ടല്ലോ. അവരുടെ കൂടെ കൂട്ടുകൂടി കഴിഞ്ഞാൽ അവരെ സ്വർഗം വരെ കൊണ്ടുപോകുമെന്നാണ്. അതുകൊണ്ട് ഖാതിമുൽ അസം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനോട് പറഞ്ഞു കൊടുക്കുന്ന, ഉസ്താദേ, ഞാൻ പഠിച്ച ഒന്നാമത്തെ അറിവെന്തെന്നറിയുമോ? അമലുകളാണ് എന്റെ കൂടെ ഖബറിന്റെ അകത്ത് വരുന്നത്. നാളെ പരലോകത്ത് എനിക്ക് കൂട്ടായി കടന്നു വരുന്നത് സൽക്കർമ്മങ്ങളാണ്. മീസാനിലായാലും കഥാ പരലോകത്താണെങ്കിലും സിറാത്തിലാണെങ്കിലും എവിടെയും എന്റെ കൂടെ കടന്നു വരുന്നത് എനിക്ക് സ്വർഗം കിട്ടുന്നത് അമലുകൾ ചെയ്തതിന്റെ പേരിലാ. അതുകൊണ്ട് അമലുകളെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി, നിസ്കാരത്തെ സ്നേഹിക്കാൻ തുടങ്ങി, ഖുർആൻ ഓതലിനെ സ്നേഹിക്കാൻ തുടങ്ങി, ദിക്റുകൾ പറയുന്നതിനെ സ്നേഹിക്കാൻ തുടങ്ങി, പാതിരാത്രിയിലെ നമസ്കാരത്തിനെ സ്നേഹിക്കാൻ തുടങ്ങി. അതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ 33 വർഷത്തിന്റെ ഇടയില് ഞാൻ അവിടുന്ന് പഠിച്ച ഒന്നാമത്തെ അറിവതാണ്. അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ഖാതിമുൽ അസം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് രണ്ടാമതായി പറഞ്ഞു കൊടുക്കുകയാ. അവിടുന്ന് തന്റെ ശിഷ്യനോട് ചോദിച്ചു, എന്താണ് നീ പഠിച്ച രണ്ടാമത്തെ അറിവെന്താ? അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു, തങ്ങളെ, ഞാൻ പഠിച്ച രണ്ടാമത്തെ അറിവെന്തെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞു കൊടുത്ത അറിവാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, നിനക്ക് സ്വർഗം വേണോ? അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങളെ സ്നേഹിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു സൽക്കർമ്മങ്ങളെ സ്നേഹിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തായിരുന്നു രണ്ടാമത്തെ കാര്യം? 33 വർഷം പഠിച്ചതിൽ ശിഷ്യൻ പറഞ്ഞു കൊടുത്ത രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് 3 ദിവസമേ ആയുള്ളൂ, ഓർമ്മയില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമതായിട്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. പരിശുദ്ധമായ ഖുർആൻ, അള്ളാഹിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, സ്വർഗം വേണോ? എങ്കിൽ നിന്റെ ശരീരത്തിന് എനിക്ക് വേണം. ഇതൊക്കെ മൂളുന്ന ഇന്ന് മൈക്ക് സുൽഫി പഠിക്കുവാണോടെ? രണ്ടാമതായിട്ട് അവിടുന്ന് പഠിച്ച ഇൽമ്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം വേണമെങ്കിൽ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം വേണമെങ്കിൽ എന്തു പറഞ്ഞു? അവിടുത്തെ ശരീരം, നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛകൾ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം കിട്ടും. അതുകൊണ്ട് ഉസ്താദെ, ഞാൻ എൻ്റെ ശരീരത്തിന്റെ ഇച്ഛകളെ, എൻ്റെ നഫ്സിനെ ഞാൻ എൻ്റെ അടിമയാക്കാൻ തീരുമാനിച്ചു. എൻ്റെ നഫ്സിനെ ഞാൻ എൻ്റെ അടിമയാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ എൻ്റെ നഫ്സിനെ അടിമയാക്കി കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, മഹാനായ ഖാതിമുൽ അസം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മൂന്നാമതായി പറഞ്ഞു കൊടുക്കുകയാണ്, പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് കണ്ടു. എല്ലാവരും ഓരോന്നായി സൂക്ഷിച്ചു വെക്കുകയാണ്. എല്ലാവരും പണം സൂക്ഷിക്കുന്നവരുണ്ട്, സ്വർണം സൂക്ഷിച്ചു വെക്കുന്നവരുണ്ട്, എല്ലാവരും പല പല സാധനങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുകയാണ്. പക്ഷേ ഞാൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് കാണുകയാണ്, മാ ഇൻദകും യൻഫദു വമാ ഇൻദല്ലാഹി ബഖിയാ. എന്റെ പ്രിയമുള്ളവരെ, ജനങ്ങളുടെ കയ്യിലിരിക്കുന്നതെല്ലാം തീർന്നു പോകും. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ് പറയുന്നത്, ജനങ്ങളുടെ കയ്യിലിരിക്കുന്നതെല്ലാം തീർന്നു പോകും. അള്ളാഹുവിന്റെ കയ്യിലിരിക്കുന്നത്, പടച്ചവന്റെ അടുക്കലിരിക്കുന്നത് മാത്രമേ ബാക്കിയാകൂ എന്ന് പരിശുദ്ധമായ ഖുർആനിലെ ആയത്ത് കണ്ടപ്പോ, ഉസ്താദേ, എന്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ അള്ളാഹുവിന്റെ കയ്യിലേക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അതൊന്നും അവശേഷിക്കുന്നതാണല്ലോ, അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകാത്തതാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ജനങ്ങളെ കരുതിയിരിക്കുന്നത്, ഈ കൂട്ടിവച്ചിരിക്കുന്നതും സമ്പാദിച്ചു വെച്ചിരിക്കുന്നതും, വീടിന്റെ അലമാരിക്കകത്തിരിക്കുന്നതും, ബാങ്കിന്റെ അകത്ത് കിടക്കുന്നതും, വസ്തുക്കളായി കിടക്കുന്നതും, ഇതെല്ലാം നമ്മുടേതാണെന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിലോ അതെല്ലാം ഒരു ദിവസം അവസാനിച്ചു പോകുന്നതാ. ഇതെല്ലാം ഒരു ദിവസം തീർന്നു പോകുന്നതാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് യഖൂലുൽ അബ്ദു മാലി മാലി വ ഇന്നമാ ലഹു മിൻ മാലിഹി സലാസ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ജനങ്ങൾ കരുതി എന്റെ പണം എന്റെ സമ്പാദ്യം, എന്റെ സ്വർണം, എന്റെ വസ്തുക്കൾ, എന്റെ കച്ചവടം എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ. എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നിന്റെ സമ്പാദ്യം ഏതെന്നറിയുമോ? മൂന്ന് കാര്യമാണ് നിന്റെ സമ്പാദ്യം. നീ സമ്പാദിച്ചത് മൂന്ന് കാര്യങ്ങളാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഒന്നാമതായി പറയുകയാ, എന്റെ സമ്പാദ്യം എന്ന് പറയുന്നത് എന്തെന്നറിയുമോ? ഞാൻ ജീവിക്കുന്ന ഈ 35 കൊല്ലമായല്ലോ. ഈ 35 കൊല്ലത്തിന്റെ ഇടയിൽ ഞാനെങ്ങാനും ഇന്ന് രാത്രി മരണപ്പെട്ടു പോയാൽ എന്റെ സമ്പാദ്യം എന്ന് പറയുന്നത് മൂന്ന് കാര്യമാ. പറയുന്നത് അല്ലാഹുവിന്റെ പ്രവാചകനാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മാ അക്ല ഫഅഫ്നാ. എന്റെ സമ്പാദ്യമെന്ന് പറയുന്നതിൽ ഒന്നാമത്തെ സമ്പാദ്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു തരികയാ, എന്റെ പ്രിയമുള്ളവരെ, ഞാൻ പണം കൊടുത്തു വാങ്ങിച്ച് കഴിച്ചതുണ്ടല്ലോ, ഞാൻ കഴിച്ച ഭക്ഷണമുണ്ടല്ലോ, എന്റെ പ്രിയമുള്ളവരെ, അതാണ് എന്റെ സമ്പാദ്യം. ഞാൻ കഴിച്ച ഭക്ഷണമുണ്ടല്ലോ, അതെല്ലാം ദഹിച്ചുപോയി, അതെല്ലാം നശിച്ചുപോയി. എന്റെ സമ്പാദ്യം എന്ന് പറയുന്നത് മൂന്ന് കാര്യമാണ്. ഒന്നാമത്തത് ഞാൻ കഴിച്ച ഭക്ഷണമാണ്, അതെല്ലാം ദഹിച്ചുപോയി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഔ ലബിസാ ഫഅബിലാ. ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ, അതെന്റെ സമ്പാദ്യം കൊടുത്ത് വാങ്ങിച്ചതാണല്ലോ, അതെല്ലാം ഒരു ദിവസം തുരുമ്പിച്ചു പോകുമല്ലോ, ഇതെല്ലാം കീറി നശിച്ചു പോകുമല്ലോ. എന്നിട്ട് പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, എന്റെ സമ്പാദ്യമെന്ന് പറയുന്ന മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഞാൻ ദാനം ചെയ്തതുണ്ടല്ലോ, ഞാൻ സദഖ കൊടുത്തതുണ്ടല്ലോ, ഞാൻ പാപങ്ങളെ സഹായിച്ചതുണ്ടല്ലോ, യതീമീങ്ങൾക്കും രോഗികൾക്കും പള്ളികൾക്കും മദ്രസകൾക്കും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ചിലവഴിച്ച പണമുണ്ടല്ലോ, ആ സദഖ കൊടുത്തത് എന്റെ സമ്പാദ്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതാണ് എന്റെ സമ്പാദ്യം. ഞാൻ കൊടുത്തത് എന്റെ സമ്പാദ്യമാണ്. അത് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ കടന്നു ചെല്ലുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ഒരു സമ്മാനമാ. പക്ഷേ ഞാൻ ബാങ്കിൽ സൂക്ഷിച്ചിരിക്കുന്നതുണ്ടല്ലോ, എന്റെ വീടിന്റെ അകത്ത് സൂക്ഷിച്ചിരിക്കുന്നതുണ്ടല്ലോ, അവിടെയും ഇവിടെയായി ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് മുഴുവനും എന്റെ സമ്പാദ്യമല്ല, അത് എന്റെ മക്കളുടെയും ഭാര്യയുടെയും സമ്പാദ്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ അതെല്ലാം എന്റെ കുടുംബക്കാർക്കുള്ളതാണ്, എന്റെ മക്കൾക്കുള്ളതാണ്, എന്റെ ഭാര്യക്കുള്ളതാണ്, അത് അവരുടെ സമ്പാദ്യമാണ്. ഇത്രയും കാലം അവരുടെ സമ്പത്തിന് കാവലിരുന്ന കാവൽക്കാരനാ ഞാനെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, എല്ലാവരും പറയുന്നു സമ്പാദ്യം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാ. എന്റെ പണം ഏതെന്നറിയോ? എന്റെ പണം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇന്ന് വരെ കഴിച്ചത് അത് സ്വന്തം പൈസ കൊടുത്തു കഴിച്ചു, നമ്മുടെ ശരീരത്തിലുണ്ടായി, അത് പോയി. പിന്നെ ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം, ഞാൻ ഇട്ടിരിക്കുന്ന വസ്ത്രം ഇതെന്റെതാ, എന്റെ പൈസ കൊടുത്ത് ഞാൻ മേടിച്ചതാ. പക്ഷെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇത് പോയില്ലേ, ഈ വസ്ത്രം പോയി, കീറിപ്പോയി. പിന്നെ മൂന്നാമതായിട്ട് ഞാൻ പള്ളിക്ക് വേണ്ടിയും പാവങ്ങൾക്കും വേണ്ടി ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്റെ സമ്പാദ്യം. അല്ലാതെ ഞാൻ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെല്ലാം എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഉള്ളതാ. ഇന്ന് രാത്രി മരിച്ചാൽ ഇത്രയും കാലം എൻ്റെ ജോലി ATM ആയിരുന്നു, ഞാൻ കാവലിച്ചിരുന്നു. എന്റെ ഭാര്യക്കും മക്കൾക്കും വേണ്ടി ഞാൻ കാത്തുവച്ചിരുന്നു, അതാണ് എന്റെ ജോലി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എല്ലാവർക്കും കൊടുക്കാൻ വല്ലാത്ത മടിയാണ്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, പല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ വല്ലാത്ത മടിയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, യാ ഇബ്നു ആദം ഫിറൗൻ
മിൻ കൻസിക ഇൻദല്ലാഹി ഇൻദി വലാ ഹറക വലാ ഖറക വലാ സറക. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആദമിന്റെ മകനെ, നീ സമ്പത്ത് നീ ചിലവാക്കുക, നിന്റെ സമ്പത്ത് നീ ചിലവാക്കുക. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, എന്റെ അടുക്കൽ അത് തീയോ വെള്ളമോ തിന്നുകയില്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, സദഖ കൊടുക്കുന്ന മനുഷ്യനോട്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നവനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, എന്റെ അടുക്കലുണ്ടല്ലോ, എന്റെ അടുക്കൽ അത് തീയാലോ വെള്ളത്തിലാലോ നശിച്ചു പോവുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതൊരു കള്ളനും കൊണ്ടുപോകില്ല. എന്റെ കയ്യിൽ തന്നതൊരിക്കലും തീ പിടിച്ച് നശിച്ചു പോകില്ല. വെള്ളപ്പൊക്കമുണ്ടായി വെള്ളത്തിൽ മുങ്ങിപ്പോകില്ല. ഒരു കള്ളനും കേറി മോട്ടിച്ചു കൊണ്ടുപോകില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവിന് കൊടുത്താ, നിങ്ങൾ ആരെങ്കിലും സദഖ ചെയ്താ, അതിന് പകരം ആവശ്യമുള്ളതല്ല അല്ലാഹു നിങ്ങൾക്ക് നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, സദഖ കൊടുക്കൂ. എപ്പോഴും നീ കൊടുക്കുന്നവനാകൂ, പാപങ്ങളെ സഹായിക്കുന്നവനാകൂ. അങ്ങനെ കൊടുക്കുന്നതിലൂടെ എന്റെ പ്രിയപ്പെട്ടവരെ നിനക്കൊരുപാട് പ്രയോജനമുണ്ട്. നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാണ്. അല്ലാഹു നിന്റെ ജീവിതത്തിൽ അഭിവൃദ്ധി നൽകുകയാണ്. നിനക്ക് അല്ലാഹു സമാധാനമുള്ള ജീവിതം നൽകുകയാണ്. പടച്ച റബ്ബ് നിന്നെ ഒരിക്കലും കൈവിടില്ല. അതുകൊണ്ടാണ് സ്വഹാബികൾ എങ്ങനായിരുന്നു, മുത്തുനബിയുടെ ഭാര്യമാരെങ്ങനായിരുന്നു, അവർ മത്സരമായിരുന്നു സദഖ കൊടുക്കുന്നതിന് വേണ്ടി. ഉള്ള സമയത്ത് മാത്രമല്ല, അവരില്ലാത്ത സമയത്തും, അവരാവശ്യമുള്ള സമയത്തും, അവർ പട്ടിണി കിടക്കുന്ന സമയത്ത് പോലും അവരുടെ കയ്യിലുള്ളത് കൊടുക്കാൻ അവർക്ക് വല്ലാത്ത ഉത്സാഹമായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ വീടിന്റെ മുന്നിൽ വന്നൊരു പാവപ്പെട്ട മനുഷ്യന് വിളമ്പുന്ന ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടിയപ്പോ താൻ നോമ്പ് മുറിക്കാൻ വെച്ചിരുന്ന ഭക്ഷണമാണ് എടുത്തു കൊടുത്തത്. അതാ അവിടെ നിന്ന് പറയുകയാണ്, ഖാദിമത്തായ പെണ്ണ് പറയുന്ന ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹദി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ഒരാൾ വന്ന് വീടിന്റെ മുന്നിൽ വന്ന് സദഖ ചോദിച്ചു. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തിരിഞ്ഞു നോക്കിയപ്പോ തന്റെ വീട്ടിലെ വേലക്കാരിയായ പെണ്ണ് പറഞ്ഞു, നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, എന്നാൽ അതെടുത്തു കൊടുത്തേക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് ഉള്ളപ്പോൾ കൊടുക്കുന്നതിനേക്കാളും പ്രതിഫലം നമ്മൾ ആവശ്യമുള്ള സമയത്ത്, നമുക്ക് പൈസയുടെ അത്യാവശ്യമുള്ള സമയത്ത് നമ്മൾ കൊടുക്കുന്നതിന് വല്ലാത്ത പ്രതിഫലമാണ്. അള്ളാഹു നമുക്ക് സദഖ ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രത്തിൽ കാണാം, ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരിക്കൽ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ, അവിടെ നിന്ന് ചരിത്രം പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇന്ന വ്യക്തിയുടെ തോട്ടത്തിൽ പോയി മഴ വർഷിക്കുക എന്ന് ഇങ്ങനെ ഒരു അശരീരി കേൾക്കുകയെ ആകാശത്ത് നിന്ന്. പേര് പറഞ്ഞിട്ട് പറയുന്നു, അബൂബക്കർ അല്ലെങ്കിൽ ഉമർ അല്ലെങ്കിൽ അലിയ് ഇന്ന വ്യക്തിയുടെ തോട്ടത്തിൽ പോയിട്ട് മഴ വർഷിക്കുക. ഈ മനുഷ്യൻ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കാർമേഘം ഇങ്ങനെ പോകുകയാണ്. ഒരു കാർമേഘം ഇങ്ങനെ പോയിട്ട് ഒരു സ്ഥലത്ത് ചെന്നിട്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഴ പെയ്യുകയാ. ആ മഴയെല്ലാം കൂടെ ഒരു പുഴയിലേക്ക് വന്ന് വീഴുന്നു. എന്നിട്ട് ആ പുഴയിൽ വെള്ളം നിറഞ്ഞു. എന്നിട്ട് ആ പുഴയിൽ നിന്ന് വെള്ളം ഒലിച്ചു പോകുന്ന ആ വെള്ളത്തിന്റെ പുറകിൽ ഈ മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുകയാണ്. ഈ മനുഷ്യൻ ഇങ്ങനെ നടന്നുപോയി നോക്കുമ്പോൾ ആ വെള്ളമെല്ലാം കൂടെ ഒരു തോട്ടത്തിലേക്ക് ഒരു മനുഷ്യൻ അവിടെ ഇങ്ങനെ നിന്നുകൊണ്ട് വെള്ളം ഇങ്ങനെ പോകുന്നതിന് വേണ്ടി ഇങ്ങനെ കിളച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ വെള്ളമെല്ലാം ഇങ്ങനെ ഒഴുകി അവിടെ ചെന്നു ആ മനുഷ്യന്റെ പറമ്പിലേക്ക് പോകുന്നു. അപ്പൊ ആ മനുഷ്യൻ ചോദിച്ചു, നിങ്ങളുടെ പേരെന്താ? ഇത് കഥയല്ല, ഇത് ചരിത്രമാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രത്തിൽ കാണാം, ആ വെള്ളങ്ങൾ മുഴുവനും ആ മഴ പെയ്തു കാർമേഘത്തിനോട് പറയുന്നു, ഇന്ന വ്യക്തിയുടെ തോട്ടത്തിൽ പോയി പെയ്യുക. അവന്റെ ആ മനുഷ്യന്റെ തോട്ടത്തിന്റെ അടുക്കൽ പോയി മഴ പെയ്തു. അതെല്ലാം ഒരു സ്ഥലത്ത് ഒരുമിച്ചുകൂടി, അതെല്ലാം ഒഴുകി ആ മനുഷ്യന്റെ കാൽച്ചുവട്ടിലൂടെ അദ്ദേഹത്തിന്റെ പറമ്പിലേക്ക് വെള്ളം കയറുകയാ. ഈ സമയത്ത് ഇത് നോക്കിപ്പോയ മനുഷ്യൻ ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? നിങ്ങളുടെ പേരെന്താ? ആ മനുഷ്യൻ പേര് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു, അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ വ്യക്തി ചോദിച്ചു, എന്തിനാ എൻ്റെ പേര് ചോദിച്ചു? അല്ല, നിങ്ങളുടെ പേര് കാർമേഘത്തിൽ നിന്ന് പറയുന്നത് ഞാൻ കേട്ടു. നിങ്ങളുടെ തോട്ടത്തിലേക്ക് വെള്ളം പോകാൻ, നിങ്ങളുടെ തോട്ടത്തിലേക്ക് വെള്ളം വർഷിക്കാൻ ആ കാർമേഘത്ത് നിന്ന് പറയുന്നത് ഞാൻ കേട്ടു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് നല്ല കാര്യമാണ് ചെയ്യണേ?
അപ്പൊ ആ കൃഷിക്കാരൻ പറയുകയാ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചരിത്രം പറയുന്നു, അദ്ദേഹം പറയുന്നു, ഞാൻ കൃഷി ചെയ്യും, കൃഷി ചെയ്തിട്ട് എനിക്ക് വിളവ് കിട്ടുമ്പോൾ അതിലെ 1/3 ഭാഗം ഞാൻ എടുക്കും, 1/3 ഭാഗം ഞാൻ എടുക്കും, 1 ഭാഗം ഞാൻ പാവങ്ങൾക്ക് കൊടുക്കും, 1 ഭാഗം ഞാൻ വീണ്ടും കൃഷി ചെയ്യും. അതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ പ്രതിഫലം കിട്ടിയത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയോ സത്യമാണ് സഹോദരങ്ങളെ. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു. തെങ്ങിൽ ആദ്യമായിട്ട് തേങ്ങ കളിച്ചാൽ അതിലെ ഒരു തേങ്ങ പള്ളിക്ക് കൊടുക്കൂലേ? കൊടുക്കോ? ഒരു കോഴിക്കുഞ്ഞ് വിരിഞ്ഞാൽ പോലും കൊടുക്കുമായിരുന്നു. പണ്ടൊക്കെ വീട്ടിലൊരു കോഴിക്കുഞ്ഞ്. ഇന്ന് ആരപ്പ കൊടുക്കുക? പള്ളിക്കൊരു തേങ്ങ കൊടുത്തിട്ട് എന്തിട്ടാൻ? പള്ളിക്കൊരു കൊല കൊടുത്തിട്ട് എന്ത്? ഇന്ന് വരെ ഞാനിതുവരെ കണ്ടിട്ടില്ല. ഇവിടെ അങ്ങനെ വല്ലതും ഉണ്ടോ? പണ്ടുള്ള ആൾക്കാരൊക്കെ, ഞാൻ പറഞ്ഞത് വെറുതെയല്ല. അതാ കാണാ ബൈന റജുലിന് യംശി ബിഫലാഹി മിനൽ അർളി. അവിടുന്ന് ചരിത്രം ഇങ്ങനെ പറയുകയാണ്, ആ മനുഷ്യന്റെ സമ്പാദ്യം, അദ്ദേഹം കൃഷി ചെയ്തിട്ട് തനിക്ക് കിട്ടുന്ന ലാഭമുണ്ടല്ലോ, ആ ലാഭത്തിൽ നിന്ന് 1 വിഹിതം അത് പാപങ്ങൾക്ക് കൊടുക്കും, 1 വിഹിതം ആ മനുഷ്യനെടുക്കും. ആ 1/3 കൊണ്ട് 2-മതും ആ മനുഷ്യന് കൃഷി ചെയ്യും. ആ സദഖ ചെയ്തതിന്റെ പേരിലാണ് അല്ലാഹു ഇത്രയും വലിയ അനുഗ്രഹം കൊടുത്തതെന്ന് അവിടുന്ന് ചരിത്രങ്ങൾ പഠിപ്പിച്ചു തരുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരികയാണ്, ഒരിക്കലും കൊടുത്തതിന്റെ പേരിൽ കുറഞ്ഞു പോകില്ല, ഒരിക്കലും കൊടുത്തു പോകുന്നതിന്റെ പേരിൽ കുറഞ്ഞു പോകില്ല. അള്ളാഹുവിന്റെ കോപത്തിനെ ശമിപ്പിക്കാൻ കഴിയുന്ന കാര്യമാണ് സദഖ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു തരികയാ, മൻ അറാദ അൻ തുസ്തജാബ ദഅവതഹു വഅൻ തുക്ശഫ ഖുർബതഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന സ്വഹാബ, നിങ്ങളുടെ ദുആകൾക്ക് ഉത്തരം കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ഞാനും നിങ്ങളും പടച്ചവനോട് ദുആ ചെയ്യുന്നുണ്ട്. പടച്ചവനെ, എന്റെ കടം മാറണം, എന്റെ പ്രയാസം മാറണം, എന്റെ രോഗം മാറണം, എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം, എനിക്ക് മക്കളെ വേണം. പടച്ചവനെ, എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. പലരും പറയുന്ന ഏറ്റവും വലിയ പരാതി എന്തെന്നറിയുമോ? ഉസ്താദേ, ദുആ ചെയ്തിട്ട് സ്വീകരിക്കുന്നില്ല, ഞാൻ ദുആ ചെയ്തിട്ട് ഉത്തരം കിട്ടുന്നില്ല, എന്റെ പ്രയാസം മാറുന്നില്ല. എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ദുആയിക്ക് ഇജാബത്ത് വേണോ? മൻ അറാദ അൻ തുസ്തജാബ ദഅവ. നിങ്ങളുടെ ദുആയിക്ക് ഉത്തരം കിട്ടണമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, സദഖ കൊടുത്തിട്ട് ദുആ ചെയ്യ് മുസ്ലിമേ, സദഖ കൊടുത്തിട്ട് ദുആ ചെയ്യ്, സദഖ കൊടുത്തിട്ട് ദുആ ചെയ്യ്. പള്ളിക്ക് വേണ്ടിയും പാവങ്ങൾക്ക് വേണ്ടി സദഖ കൊടുത്തിട്ട് നിങ്ങൾ ദുആ ചെയ്യ്. ഒരു പാവപ്പെട്ടവന് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തിട്ട് ദുആ ചെയ്യ്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, രണ്ടാമതായിട്ട് പറയുകയാണ്, വഅൻ തുക്ശഫ ഖുർബതഹു. അല്ലാഹുവേ, നിന്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറണോ? ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് മാറണോ? പടച്ചവനെ, എത്ര കാലമായി സമാധാനം കിട്ടിയിട്ട് നിന്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഇല്ലല്ലോ. നിന്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറാറുള്ള ഒരു എളുപ്പ വഴിയുണ്ട്, അത് സദഖയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അസ്സദഖതു റദ്ദുൽ ബലാ. വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് പലരും പടച്ചവനെ പറഞ്ഞല്ലോ. പള്ളികൾക്ക് വേണ്ടി, മദ്രസകൾക്ക് വേണ്ടി, യതീമീങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി ഒരു സദഖ കൊടുത്തിട്ട് പടച്ചവനെ ദുആ ചെയ്യുന്ന ഉസ്താദേ, ദുആ ചെയ്യണം, രോഗം മാറാൻ, പ്രയാസം മാറാൻ. എന്നിട്ട് പടച്ചവനെ ദുആ ചെയ്ത് കഴിഞ്ഞപ്പോ പലരും സന്തോഷത്തോടു കൂടി പറഞ്ഞു, ഉസ്താദേ, എന്റെ പ്രയാസം മാറി, അല്ലാഹു നിങ്ങളുടെ ദുആ സ്വീകരിച്ചു. ഒരിക്കലും ദുആ ചെയ്ത ഉസ്താദിന്റെ പവറല്ല, അവര് കൊടുത്ത സദഖയുടെ പവറാ, അവര് കൊടുത്ത സദഖയുടെ മഹത്വമാ. അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറഞ്ഞത്, അസ്സദഖതു റദ്ദുൽ ബലാ. സദഖ വിപത്തിനെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, മൂന്നാമത്
മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ അടുക്കൽ അടുക്കാറ്, പടച്ചവന്റെ കോപത്തിനെ തട്ടിമാറ്റാ, പടച്ചവന്റെ കോപത്തിനെ തണുപ്പിക്കാൻ പറ്റുന്ന മൂന്നാമത്തെ വഴിയാണ് സദഖ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ മഹാനായ ഖാതിമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനോട് പറയുന്ന, ഉസ്താദേ, എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച മൂന്നാമത്തെ അറിവെന്തെന്നറിയുമോ? മാ ഇൻദകും യൻഫദു വമാ ഇൻദല്ലാഹി ബഖിയാ. ലോകത്തുള്ളവരുടെ കയ്യിലിരിക്കുന്നത് മുഴുവനും ഒരു ദിവസം തീർന്നു പോകും. പക്ഷേ അല്ലാഹുവിന്റെ അടുക്കൽ ഇരിക്കുന്നത് എന്നും ബാക്കിയാണ്, എന്നും ശേഷിക്കുന്നതാണ്. അതുകൊണ്ട് പടച്ച റബ്ബിന്റെ കയ്യിൽ കൊടുത്താ ഒരിക്കലും തീ കൊണ്ടുപോകില്ല, വെള്ളം കൊണ്ടുപോകില്ല, കള്ളം കൊണ്ടുപോകില്ല. അത് സുരക്ഷിതമായിരിക്കും. നാളെ പരലോകത്ത് കടന്നു ചെല്ലുമ്പോ അല്ലാഹു അത് തിരിച്ചു തരും മുസ്ലിമേ. അതുകൊണ്ട് എന്ത് കിട്ടിയാലും അത് അല്ലാഹുവിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. അത് ഞാൻ പഠിച്ച മൂന്നാമത്തെ മസലയതാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗുരുനാഥൻ ശിഷ്യനോട് പറഞ്ഞു കൊടുത്തു, നമ്മുടെ കയ്യിലിരിക്കുന്നത് മുഴുവനും ഒരു ദിവസം തീർന്നു പോകും, പക്ഷെ അല്ലാഹുവിന്റെ കയ്യിലിരിക്കുന്നത് ഒരിക്കലും തീരൂല. അതുകൊണ്ട് ഒരിക്കലും കള്ളനും വെള്ളമൊന്നും കൊണ്ടുപോകാത്തത് അല്ലാഹുടെ കയ്യിലിരിക്കുന്നതാ. അപ്പൊ അങ്ങോട്ട് കൊടുക്കാൻ തീരുമാനിക്ക്. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. പടച്ചവന്റെ അടുക്കലിരിക്കുന്നത് തീ കൊണ്ടുപോവോ? വെള്ളം കയറിയിട്ട് പോവോ? അവിടെ വല്ല കള്ളനും കയറുവോ? കയറൂല. ഇവിടെ എല്ലാത്തിലും കയറും. ഈ അടുത്താണെങ്കിൽ ഒരുത്തൻ്റെ 2-3 ദിവസം മുമ്പ് തുണിക്കടയാണെന്ന് പറഞ്ഞ് കയറിയത് ബാങ്കിനകത്ത് ഒരു കള്ളന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. ഓൻ ബാങ്കിനകത്ത് കയറിയിട്ട് പാവപ്പെട്ടവൻ ഒന്നും കൊണ്ടുപോയില്ല, കയ്യിലൊന്നും കരുതിയില്ല, എന്തോ എടുക്കാൻ കയറിയതാ. പക്ഷെ രാവിലെ വന്ന് നോക്കി വെച്ചിട്ട് പോയി. രാത്രി പോയി കയറിയപ്പോഴത്തേക്ക് മാറിപ്പോയി. ബാങ്കിനകത്ത് കയറിയിട്ട് ഓനിങ്ങനെ ഇരിക്കുക. ഇതൊക്കെ ലോക്കറൊക്കെ തുറക്കണമെങ്കിൽ കയ്യിൽ എന്തെങ്കിലും ആയുധം വേണ്ട. പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ബാങ്ക് ഏറ്റവും കൂടുതൽ ക്യാമറ, വാച്ച്മാൻ ഇല്ലേ, അതിനകത്ത് പോലും കള്ളന്മാര്, ബിരുദന്മാരില്ലേ. അപ്പോഴാ ഇനിയിപ്പോൾ അല്ലാഹുവിന്റെ കയ്യിലിരിക്കുന്നത് എങ്ങും പോകില്ല, അവിടെ തന്നെ ഇരിക്കും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഖാതിമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു ഉസ്താദിനോട്, ഞാൻ പഠിച്ച അടുത്ത അറിവെന്താ? ഞാൻ പഠിച്ച അടുത്ത അറിവെന്താ? എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനവറുകൾ പറയുന്നു, ഞാൻ ജനങ്ങളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ജനങ്ങളൊക്കെ ഇങ്ങനെ സമ്പാദ്യത്തെക്കുറിച്ച്, കൊട്ടാരങ്ങളെക്കുറിച്ച്, അധികാരങ്ങളെക്കുറിച്ച് എല്ലാവരും ഇതാ ചർച്ച ചെയ്യുന്നത്. കുടുംബ മഹിമയെക്കുറിച്ച് ഇങ്ങനെ ജനങ്ങളൊക്കെ ഇല്ലേ, പണക്കാരെല്ലാവർക്കും അറിയാം, മന്ത്രിമാരെ അറിയാം, MP-മാരെ അറിയാം, MLA-മാരെ അറിയാം. ഈ പായിപ്പാട് ഏറ്റവും വലിയ വീട് ആരുടേതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയത്തില്ലേ? അറിയില്ലേ? അറിയാം. എന്നാൽ ഏറ്റവും പാവപ്പെട്ടവന്റെ വീട് ഏതാ? ആർക്കറിയാം? എല്ലാവർക്കും പടച്ചവനെ, എല്ലാവരും അങ്ങനെയുള്ള ഏറ്റവും വലിയ കുടുംബം ഏതാന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞു തരും. ഇങ്ങനെ ഓരോ മനുഷ്യന്റെയും ഏറ്റവും വലിയ വീട്, ഏറ്റവും വലിയ സമ്പന്നനാരാ നിങ്ങൾക്ക് എല്ലാം അറിയാം. ഇതാ ജനങ്ങളുടെ ചർച്ച. അപ്പൊ ഗുരുനാഥനോട് ശിഷ്യൻ പറഞ്ഞു കൊടുക്കാം, ഞാൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ എടുത്തു നോക്കി. എല്ലാവരും പണക്കാരെയും കുടുംബ മഹിമയുടെയും പണത്തിന്റെയും അധികാരത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് എല്ലാവരും ജനങ്ങളെ വേർതിരിക്കുകയാണ്, അടുപ്പം കാണിക്കുകയാണ്. ആ സമയത്താണ് ഖാതിമുൽ അസ്സം റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഞാൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് കാണുകയാണ്. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്താണ് ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. എൻ്റെ പടച്ചവനെ, ഉസ്താദിനോട് പറഞ്ഞു കൊടുക്കുന്ന ഉസ്താദേ, പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ബോധിക്കൽപ്പിച്ചു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ സാമീപ്യം ആർക്കെന്നറിയുമോ? അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും അടുത്തവരാരെന്നറിയുമോ? പണമുള്ളവരല്ല, അധികാരമുള്ളവരല്ല, കുടുംബ മഹിമയുള്ളവരല്ല, സമ്പന്നന്മാരോ സൗന്ദര്യമുള്ളവനോ ആരുമല്ല. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ സാമീപ്യം ലഭിച്ചവരാരെന്നറിയുമോ? ഖുർആനാ പറയുന്നത്, ഇന്ന അക്രമകും അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും സാമീപ്യമുള്ളവർ അത്ഖാകും, തഖ്വയുള്ളവർ കാണുന്നു അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. തഖ്വ
തഖ്വയുള്ളവരാണ്, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരുണ്ടല്ലോ, അവർക്കാണ് പടച്ച റബ്ബിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ സാമീപ്യമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരികയാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, പണത്തിന്റെ പേരിലോ അധികാരത്തിന്റെ പേരിലോ കുടുംബ മഹിമയുടെ പേരിലോ നിങ്ങൾ ജനങ്ങളെ വിലയിരുത്തരുത്. അല്ലാഹുവേ, ചിലപ്പോൾ വസ്ത്രത്തിൽ നോക്കിയിട്ട്, ചിലരുടെ വസ്ത്രം നോക്കിയിട്ട്, ചിലരുടെ താടിയും മുടിയും നോക്കിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പല സ്ഥലങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോ പലർക്കും പല സമയങ്ങളിലും നമുക്ക് പല അനുഭവങ്ങൾ ഉണ്ടാകാം. ഇന്ന് ജനങ്ങളെ വേർതിരിക്കുന്നത് നല്ല വസ്ത്രമൊക്കെ ഇട്ട്, ഒടിയാത്ത പശയൊക്കെയുള്ള വസ്ത്രമൊക്കെ ഇട്ട് തന്നു കഴിഞ്ഞാൽ ഓം വലിയ കൊള്ളാം, നല്ല വണ്ടിക്കകത്ത് വന്നിറങ്ങിയാൽ ഇതൊക്കെ നോക്കിയിട്ട. എന്നാൽ ചില സ്ഥലങ്ങളിൽ മുടിയെല്ലാം ജട പിടിച്ചിട്ട് കീറി പറഞ്ഞ വസ്ത്രവുമായിട്ടിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരാരാണെന്ന് നമുക്ക് മനസ്സിലാകണില്ല, അവരാരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്, അവര് രണ്ട് കൈ ഉയർത്തിയിട്ട് അള്ളാഹിനോട് എന്തെങ്കിലും ചോദിച്ചാ അള്ളാഹു ആ ചോദിച്ചത് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ചിലപ്പോഴൊക്കെ നമ്മളൊക്കെ പള്ളികളിലൊക്കെ സിയാറത്തൊക്കെ പോകുമ്പോ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ, മുടിയും ജടയൊക്കെ പിടിച്ചിട്ട് വർഷങ്ങളായിട്ട്. ചിലപ്പോ അവരൊക്കെ എന്തെങ്കിലും അള്ളാഹിന്റെ അടുക്കൽ ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ കിട്ടും. എത്രയോ ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നു. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയ. ആ സഹാബിയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഖാദിസിയ യുദ്ധത്തിന് വേണ്ടി പ്രവാചകൻ നേതൃത്വം കൊടുത്തയച്ചത്. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിലാണ് ഖാദിസിയ യുദ്ധത്തിന് വേണ്ടി കടന്നുപോയി. ആ യുദ്ധത്തിന് വേണ്ടി കടന്നുപോയിട്ട് ഒന്നാമത്തെ ദിവസം യുദ്ധം പരാജയപ്പെട്ടു മുസ്ലിമീങ്ങൾ. അങ്ങനെയാണല്ലോ, ഇന്നത്തെ പോലല്ല. ഒരു ദിവസം യുദ്ധം രാവിലെ മുതൽ വൈകുന്നേരം, പിറ്റേ ദിവസം യുദ്ധം. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഖാദിസിയ യുദ്ധത്തിൽ പരാജയപ്പെട്ടു പോയി. ഒന്നാമത്തെ ദിവസം അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബികളാണ്, ഈമാനുള്ളവരാണ്, 5 നേരം നിസ്കരിക്കുന്നവരാണ്, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ള സ്വഹാബത്താണ് ഒന്നാമത്തെ യുദ്ധത്തിൽ ഒന്നാമത്തെ ദിവസം പരാജയപ്പെട്ടത്. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു സഹാബികളെ മുഴുവനും വിളിച്ചു കൂട്ടുകയാണ്, എല്ലാവരെയും വിളിച്ചു കൂട്ടി. എന്നിട്ട് അവിടെ നിന്ന് ചോദിച്ചു, നമുക്ക് എന്തേ പറ്റിയത്? നമ്മൾ ഇന്ന് പരാജയപ്പെട്ടു പോയല്ലോ, നമ്മളെ ഇവരെ പരാജയപ്പെടുത്തിയല്ലോ, എന്തേ അതിന്റെ കാരണമെന്ന് നേതാവായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു എല്ലാ യോദ്ധാക്കന്മാരെയും വിളിച്ചിരുത്തിയിട്ട് ചോദിക്കുമ്പോ അവര് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? അവര് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവര്, സുന്നത്ത് സിവാ അൻ റസൂലില്ലാഹ്. ഈ സദസ്സരിക്കുന്ന ഞാനും നിങ്ങളും പഠിക്കാറുള്ള ഒരു ചരിത്രമാ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് നമ്മളെല്ലാവരും ഒന്നാമത്തെ ദിവസം എല്ലാം ഉണ്ടായിട്ടും പരാജയപ്പെട്ടു പോകാറുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് നമ്മൾ ചെയ്യാത്തത് കൊണ്ടാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കാൻ കാരണക്കാരനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സുന്നത്ത് നമ്മൾ ചെയ്യാത്തതിന്റെ പേരിലാ. ഏത് സുന്നത്തെന്നറിയുമോ? ഏത് സുന്നത്തെന്നറിയുമോ? മിസ്വാക്ക് ചെയ്യലോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്താ. പഠിച്ചവനെ അവിടെ നിന്ന് പറയുകയാണ്, നമ്മൾ പരാജയപ്പെടാനുള്ള കാരണം ഒരാളുടെ കയ്യിലും മിസ്വാക്കില്ല, ഒരാളുടെ കയ്യിലും മിസ്വാക്കില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഖാദിസിയ യുദ്ധത്തിന് പോയ സ്വഹാബികളുടെ കയ്യിൽ മിസ്വാക്കില്ലായിരുന്നു, പല്ല് തേക്കുമായിരുന്നു മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. പ്രവാചകർ എപ്പോഴും മിസ്വാക്ക് ചെയ്യുമായിരുന്നു. നമ്മുടെ കയ്യിൽ ഒരാളുടെ കയ്യിൽ പോലും മിസ്വാക്കില്ല. ആ സുന്നത്ത് വിട്ടതിന്റെ പേരില ഒന്നാമത്തെ ദിവസം നമ്മൾ പരാജയപ്പെട്ടു പോയത് എന്ന് സ്വഹാബത്ത് അവിടെ നിന്ന് സമ്മതിക്കുകയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മിസ്വാക്ക് കൊണ്ടുവരാൻ എവിടെയെങ്കിലും നിന്ന്
അങ്ങനെ എല്ലാവരുടെ കയ്യിലും മിസ്വാക്ക് കൊടുത്തു, എല്ലാവരുടെ കയ്യിലും മിസ്വാക്ക് കൊടുത്തു. എന്നിട്ട് എന്റെ പ്രിയമുള്ളവരെ, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്നിങ്ങനെ തിരയുകയാണ്. ആരെയോ ഇങ്ങനെ തിരയുകയാണ്, ആ യോദ്ധാക്കളുടെ ഇടയിൽ ഇങ്ങനെ തിരയുകയാണ്. ഇങ്ങനെ തിരഞ്ഞിട്ട് കാണാതെ വന്നപ്പോ അവിടെ നിന്ന് ചോദിക്കുന്നു, ബറാ ഇബ്നു മാലിക്, മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ സഹോദരനാ, എവിടെയാണ് ബറാ ഇബ്നു മാലിക്? പടച്ചവനെ തിരയുകയാണ്. അതാ വിളിച്ചുകൊണ്ട് വരികയാ. അല്ലാഹുവേ, മെലിഞ്ഞിരിക്കുന്ന, അതാ കീറി പറഞ്ഞ വസ്ത്രം ധരിച്ചു പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട സ്വഹാബിയാ. ആ ബറാ ഇബ്നു മാലിക് എന്ന് പറയുന്ന സ്വഹാബിയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ പറയുന്നു, ബറായേ, നീ അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യൂ, നീ അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യൂ. ഞാനാണോ ദുആ ചെയ്യേണ്ടത്? ഞാൻ പാവപ്പെട്ടവനാണല്ലോ. ആ സമയത്താണ് സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ചില ആൾക്കാരുണ്ട്, അവരുടെ വസ്ത്രങ്ങൾ അതാ നുരുമ്പിയതായിരിക്കാം, കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളും പടച്ചവനെ പട്ടിണി കഴിച്ചിട്ട് ദിവസങ്ങളായിട്ടുണ്ടാകാം, അവരുടെ രൂപങ്ങൾ വല്ലാത്ത വ്യത്യസ്തമായിരിക്കാം. അതാ മെലിഞ്ഞു കിടക്കുന്ന ചില ആൾക്കാരുണ്ട്, അവരെങ്ങാനും അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് ഉദാഹരണം പറഞ്ഞത് ബറായേ, നിന്നെയാണ്. അതുകൊണ്ട് നീ ദുആ ചെയ്യേ. ആ പാവപ്പെട്ട മെലിഞ്ഞ കീറി പറഞ്ഞ വസ്ത്രവുമായിരിക്കുന്ന ബറാ ഇബ്നു അനസ് ആ സഹാബി അവിടെ നിന്ന് വിളിക്കുകയാണ്. ബറാ ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് വിളിച്ചിട്ട് പറയുകയാ, ദുആ ചെയ്യാ. അവിടെ നിന്ന് ദുആ ചെയ്തു, അല്ലാഹ് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വിജയം നൽകണേ അല്ലാഹ്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അല്ലാഹുവേ, മുസ്ലിമീങ്ങൾക്ക് നീ വിജയം കൊടുക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാണ്, ഖാദിസിയ യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുകയാണ്. പടച്ചവരെ, സ്വഹാബികൾ ഇങ്ങനെ നോക്കുകയാണ്, സ്വഹാബികൾ ഇങ്ങനെ നോക്കുകയാണ്. സൂര്യൻ അസ്തമയം ഇങ്ങനെ അടുത്തു വരികയാണ്. അല്ലാഹുവേ, സൂര്യൻ അസ്തമിച്ചു വന്നപ്പോ ആ അസ്തമിക്കുന്നതിന് തൊട്ടുമ്പോ ഇസ്ലാമിന്റെ കൊടി ഇങ്ങനെ ആകാശത്തേക്ക് ഉയരുകയാ. ആ ദുആ അല്ലാഹു സ്വീകരിച്ചു എന്ന് ചരിത്രം പറയുമ്പോ മനുഷ്യന്മാരെ വസ്ത്രത്തിന്റെയോ സൗന്ദര്യത്തിന്റെയോ കുടുംബമഹിമയുടെയോ ഒന്നിന്റെയും പേരിലല്ല അല്ലാഹു പരിഗണിക്കുന്നത്. അവന്റെ ഹൃദയത്തിൽ തഖ്വയുണ്ടോ, അവൻ അല്ലാഹുവിലേക്ക് അടുത്തവനാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു ഇഖ്ലാസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വയുണ്ടാകണം സഹോദരങ്ങളെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് ഒരു സ്വഹാബി ചോദിക്കുന്നു, അൻ ഇബ്നു ഫിറാസിൻ റജുലിൻ മിൻ അസ്ലമ ഖാല യാ റസൂൽ, അവിടുന്ന് യാ നാദ ഖാല, അവിടുന്ന് ചോദിക്കുന്നു, നാദ റജുലുൻ ഫഖാല യാ റസൂലുള്ളാഹ് മൽ ഈമാൻ, ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ ചോദിക്കുന്നു, ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ നബിയേ? ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞു, കൽ ഇഖ്ലാസ്, ഈമാൻ എന്ന് പറഞ്ഞാൽ ഇഖ്ലാസ് ആണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നഷ്ടപ്പെട്ടു പോയതും ഇഖ്ലാസ് ഇല്ലായ്മയാണ്. ഏത് കാര്യം ചെയ്താലും അതിനകത്തൊരു തഖ്വയില്ല, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയമില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മൻ ഖാഫാ ശൈഅൻ ഹറബ മിൻഹു വമൻ ഖാഫല്ലാഹു ഹറബ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ജനങ്ങൾക്ക് ഒരു വസ്തുവിനോട് ഭയമായി കഴിഞ്ഞാൽ എല്ലാവരും അതിൽ നിന്ന് ഓടുകയാണ്. പടച്ചവനെ, ഒരു വസ്തുവിനെ ഭയന്നു കഴിഞ്ഞാൽ ജനങ്ങളുടെ സ്വഭാവം അതിൽ നിന്ന് ഓടി രക്ഷപ്പെടലാണ്. അങ്ങനെയാണ് ദുനിയാവിലെ കാര്യം. പാമ്പിനെ പേടിച്ചോടുന്നവരുണ്ട്, പടച്ചവനെ പട്ടിയെ പേടിച്ചോടുന്നവരുണ്ട്. ഒരു വസ്തുവിനെ ഭയന്നു കഴിഞ്ഞാൽ ആരും അടുത്തേക്ക് പോകുകയില്ല, എല്ലാവരും ഭയന്നോടുകയാണ്. എങ്കിലും പ്രവാചകൻ പറയുകയാ, വമൻ ഖാഫല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിനെ ഭയന്നു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഭയന്ന് ഓടുകയല്ല, അവൻ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഭയന്നോടുകയല്ല. അല്ലാഹുവിനെ ഭയന്ന് കഴിഞ്ഞാൽ ആ മനുഷ്യനുണ്ടല്ലോ അവൻ അല്ലാഹുവിലേക്ക് അടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. എത്രയോ സത്യമാണ്. നമ്മൾ ആരെങ്കിലും പാമ്പിന്റെ അടുത്ത് പോകാറുണ്ടോ? പാമ്പ് പേടി, പട്ടിയെ കണ്ട പേടി, എല്ലാത്തിനെയും നമ്മൾ ഭയക്കുകയാ. ഭയന്നു കഴിഞ്ഞാൽ അടുത്തേക്ക് പോകത്തില്ല മനുഷ്യന്മാര്. എങ്കിൽ അള്ളാഹുവിനെ ഒരു മനുഷ്യൻ ഭയന്നു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിലേക്ക് അടുക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. അള്ളാഹുവിനെ ഭയന്നു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. ഭയന്നിക്കുമ്പോ അടിമ അള്ളാഹുവിന്റെ അടുക്കലേക്ക്, യജമാനന്റെ അടുക്കലേക്ക് അടുത്തെടുത്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവുമായിട്ടൊരടുപ്പം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ അടുപ്പം കടന്നു വരുമ്പോഴാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുക. ആ ഒരു ഭയം കടന്നു വരുമ്പോഴാണ് തെറ്റുകളിൽ നിന്ന് നമുക്ക് പിന്തിരിയാൻ കഴിയുക. അല്ല ഉണ്ടല്ലോ, അല്ല കാണുന്നുണ്ടല്ലോ, അള്ളാഹു അറിയുമല്ലോ, അള്ളാഹു ചോദിക്കുമല്ലോ. ഈ ഒരു ബോധം എനിക്കും നിങ്ങൾക്കും കടന്നു വരുന്നത് ആ അള്ളാഹുമായിട്ട് അടുപ്പമുണ്ടാകുമ്പോഴാണ്. അതുകൊണ്ടാണ് സഹാബത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പേടി, അള്ളാഹുവെ ഞങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമോ അല്ലാ. നമുക്കങ്ങനല്ല, നമ്മൾ ഉറപ്പിച്ചു എല്ലാം സ്വീകരിക്കുമെന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്നാൽ സഹാബത്തിന്റെ ജീവിതം അങ്ങനെയല്ല. അവരുടെ ഏറ്റവും വലിയ ഭയം അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അമലുകൾ അള്ളാഹു സ്വീകരിക്കുമോ ഈ പേടിയായിരുന്നു അവർക്ക്. അവർ ആ പേടിയോടൊപ്പമാണ് അവർ ജീവിച്ചിരുന്നത്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വല്ലാതെ കരയുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കരയുന്നത് കണ്ടപ്പോ സഹാബത്ത് ചോദിക്കുകയാ, എന്തിനാ അമീറുൽ മുഅ്മിനീൻ കരയുന്നത്? അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഇന്നകും ദാഖിലൂനൽ ജന്ന കുല്ലുഹും മജ്മഊൻ ഇല്ലാ റജുലൻ വാഹിദാ ലഖിഫ്തു അൻ അകൂന അൻഹുവാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് കരയുന്നത് കണ്ടപ്പോ അവിടെന്ന് ചോദിക്കുന്നു, എന്തിനാ തങ്ങളെ കരയുന്നത്? എന്തിനാ ഉമർ തങ്ങളെ കരയുന്നത്? അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് എല്ലാവരും അല്ലാഹുവിന്റെ ഭയാനകമായ കോടതിയുണ്ടല്ലോ. ആ പരലോകത്ത് ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടി നിൽക്കുമ്പോ അല്ലാഹു പറയുകയാണ്, ഒരാളൊടിച്ചെല്ലാവരും സ്വർഗത്തിൽ പൊക്കോ. അല്ലാഹു പറയുകയാണ്, ഇന്നകും ദാഖിലൂനൽ ജന്ന കുല്ലുഹും മജ്മഊൻ ഇല്ലാ റജുലൻ വാഹിദാ. ഒരാളൊഴിച്ച് എല്ലാവരും സ്വർഗത്തിലേക്ക് കയറിപ്പോകൂ എന്ന് അല്ലാഹു പറയുന്ന ദിവസമുണ്ടല്ലോ. ഉമർ തങ്ങൾ കരയുകയാണ്. എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ സഹാബാ, അല്ലാഹു മാറ്റി നിർത്തുന്ന ഒരാൾ ഞാനായിരിക്കും സഹാബാ. ഇതാരാ പറയുന്നത്? മുത്തുനബി പറഞ്ഞു, ഉമറേ നീ സ്വർഗത്തിലാണ്, ഉമറേ നീ സ്വർഗത്തിലാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു കൊടുത്ത ഉമർ ഇബ്നുൽ ഖത്താബ് പറയുകയാ, എല്ലാവരും സ്വർഗത്തിലേക്ക് കടന്നു പൊക്കോ, ഒരാൾ പോകണ്ട. ആ ഒരാൾ ആരായിരിക്കുമെന്നറിയുമോ? ഞാനായിരിക്കും സ്വഹാബ. അതോർത്തിട്ടാണ് കരയുന്നതെന്ന് പറയുമ്പോ മഹാനായ ഉമർ നിങ്ങൾ പറയുകയാണ്, അയ്യുഹന്നാസ് ഇന്നകും ദാഖിലൂനൻ നാർ ഇല്ലാ റജുലൻ വാഹിദാ ലറജൗത അൻ അകൂന ഹുവാ. നരകവാസികളോട് അല്ലാഹു പറയുകയാ, നരകത്തിൽ നിന്ന് എല്ലാവരും രക്ഷപ്പെട്ടോ, നരകത്തിൽ നിന്ന് എല്ലാവരും രക്ഷപ്പെട്ടോ, ഒരുത്തം മാത്രം പോകണ്ട. സഹാബാ, ആ ഒരുത്തൻ ഞാനായിരിക്കുമെന്ന് ഞാൻ കരുതുന്ന സ്വഹാബാ. അവർ അല്ലാഹുവിനെ ഭയന്നതെങ്ങനാ? എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ആ സ്വഹാബത്തിന്റെ ചരിത്രം എടുത്തു നോക്കൂ. കള്ളുകുടിയനായിരുന്ന പല സ്വഹാബാക്കളുമുണ്ട്. ഓർമ്മ വെച്ച കാലം മുതൽ കള്ളുകുടിക്കുന്നവരാണ്. അങ്ങനെ കള്ളു കുടിക്കാൻ വേണ്ടി കള്ള് തന്റെ വായിലേക്ക് ചേർത്ത് വെച്ചപ്പോഴാ അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങുന്നത്, നിർത്താറായില്ലേ സഹാബാ?
അവരുടെ വായിക്കകത്തിരുന്നത് പോലെ കുളിച്ചിറക്കാമെന്നല്ല, അതുകൂടെ തുപ്പിക്കളയാനാണ് അവർ തയ്യാറായത്. അവർ അല്ലാഹുവിനെ മനസ്സിലാക്കിയത് കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞത്. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ പോലും എന്റെ പ്രിയപ്പെട്ടവരെ അവരുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയത്. അതാ പടച്ചവനെ, അതാ ഒരു ചെറുപ്പക്കാരനായ സ്വഹാബിയുണ്ട്. കൊള്ളക്കാരുടെ നേതാവാണ്, കൊള്ളക്കാരുടെ നേതാവാണ്, വല്ലാത്ത ആരോഗ്യമുള്ളവനാണ്. ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു പെണ്ണിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഏത് രീതിയിലും അവൻ ആ പെണ്ണുമായി ശാരീരികമായി ബന്ധപ്പെടും. അല്ലാഹുവേ, അങ്ങനെ ഒരു സുന്ദരിയായ പെണ്ണിനെ കാണുകയാണ്. ആ പെണ്ണ് അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന പെണ്ണാ. എത്ര ചോദിച്ചിട്ടും സമ്മതിക്കാതെ വന്നപ്പോ പാതിരാത്രി ആരും കാണാതെ വീടിന്റെ മതില് ചാടുകയാണ്. വീടിന്റെ വാതില് ചവിട്ടി പൊളിച്ചു. അതാ ആരോഗ്യവാനായ സഹചെറുപ്പക്കാരനുണ്ടല്ലോ, പെണ്ണിന്റെ റൂമിന്റെ അകത്തേക്ക് കടന്നു ചെന്നു. എന്നിട്ട് പെണ്ണിനെ കീഴ്പ്പെടുത്തിയിട്ടു അവിടെ ആ പെണ്ണുമായിട്ട് ആ പെണ്ണിനെ ബലാത്സംഗം ചെയ്യാൻ തയ്യാറെടുക്കുമ്പോ അടുത്ത വീട്ടിലിരുന്ന് ഒരു ഉമ്മ ഖുർആൻ ഓതുകയാ. അടുത്ത വീട്ടിലിരുന്നിട്ട് ഒരു ഉമ്മ പരിശുദ്ധമായ ഖുർആൻ ഓതുകയാണ്. ഏതായത്താ ഓതിയതെന്നറിയുമോ? അലം യഅനിനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഒറ്റ ഒരായത്താ കേട്ടത്. അല്ലാഹുവേ, കൊള്ളക്കാരനായ മോശമായി ജീവിതം നയിച്ചിരുന്ന, ഇഷ്ടപ്പെട്ട പെണ്ണുങ്ങളെ കീഴ്പ്പെടുത്തി വിഭജിച്ചിരുന്ന, പീഡിപ്പിച്ചിരുന്ന ചെറുപ്പക്കാർ ഒരു പെണ്ണിനെ കീഴ്പ്പെടുത്തിയിട്ട് അവളെ ബലാത്സംഗം ചെയ്യാൻ പോകുന്ന സമയത്താണ് അടുത്ത വീട്ടിലിരുന്നു കൊണ്ട് ഉമ്മ ഓതുകയാ. അലം യഅനിനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. നന്നാകാ സമയമായില്ലേ, നന്നാകാ സമയമായില്ലേ? പടച്ചവനെ, കണ്ണ് നിറഞ്ഞു പോയി. നിറകണ്ണുകളോടെ ഇറങ്ങുകയാണ്, നിറകണ്ണുകളോടെ ഇറങ്ങുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ ജീവിതത്തിൽ മാറ്റം വരുത്തുകയാ. ഒറ്റായത്താ സഹോദരാ, ഒരേ ഒരായത്ത്. ഇതുപോലെ ഒരുപാട് മഹാന്മാർ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനുകളിലെ ആയത്തുകൾ കേൾക്കുമ്പോ അവരുടെ കണ്ടടങ്ങൾ നിറഞ്ഞു പോവുകയാണ്. ഭയം അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയാണ്. ഏത് കാര്യത്തിലും അല്ലാഹുവിനെ പേടിയാണ്. ഏത് വിഷയത്തിലാകട്ടെ, കച്ചവടത്തിലാകട്ടെ, പൈസ ഉണ്ടാക്കുന്ന വിഷയത്തിലാകട്ടെ, ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിലാകട്ടെ, കുടുംബജീവിതം നയിക്കുന്ന വിഷയത്തിലാകട്ടെ, ഏത് വിഷയത്തിലും അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഇന്ന അക്രമകും ഇൻദല്ലാഹ്. അല്ലാഹുവിന്റെ അടുക്കൽ അവന് വല്ലാത്ത സാമീപ്യം, അടുപ്പവും അല്ലാഹു കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. ഹൃദയത്തിൽ തഖ്വ കടന്നു വന്നാൽ അല്ലാഹുമായിട്ട് നമുക്കൊരടുപ്പം സ്ഥാപിക്കാൻ കഴിയും. അല്ലാഹു നമുക്ക് തഖ്വ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തഖ്വ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് ഏത് വിഷയത്തിലാകണം, ഓരോ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി. ഉദാഹരണമൊക്കെ ഇന്ന് കച്ചവടത്തിന്റെ വിഷയത്തിൽ പോലും ചരിത്രം പറയുക, ഒരു മഹാനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ ചെറിയ ചെറിയ വീടുകൾ വിൽക്കുന്ന പരിപാടിയാണ്. ചെറിയ ചെറിയ വീടുകൾ കച്ചവടം നടത്തുന്ന സ്വഭാവം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോൾ ഒരു ദിവസം ഇങ്ങനെയില്ല, വീട്ടിലൊരു കച്ചവടത്തിന് വേണ്ടി ഇരിക്കുന്നിടത്ത് വേറൊരു മനുഷ്യനായിരിക്കുന്നേ, ജോലിക്ക് നിർത്തിയിരിക്കുന്ന ഒരാളാ. അദ്ദേഹം ഇങ്ങനെ പുറത്തു പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഒരു കച്ചവടം നടത്തി. 5 രൂപയുടെ വീട് 10 രൂപയ്ക്ക് വിറ്റു. ഇത്രയേ ഉള്ളൂ. 5 ദിർഹമിന് കൊടുക്കേണ്ട വീട് 10 ദിർഹമിന് കൊടുത്തു. അവിടെ നിന്ന് മഹാനവറുകൾ ചോദിച്ചപ്പോൾ വല്ലാതെ കരയാൻ തുടങ്ങി, ഓടുകയാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ വിളിച്ചുകൊണ്ട് നടന്നു. 5 രൂപയുടെ വീട് 10 രൂപയ്ക്ക് മേടിച്ച മനുഷ്യനാരാ? തെരഞ്ഞു നടക്കുകയാ. 5 രൂപയുടെ സാധനം 15 രൂപയ്ക്ക് വിറ്റാലും 20 രൂപയ്ക്ക് വിറ്റാലും അൽഹംദുലില്ലാഹ് സന്തോഷം. 15 രൂപ ലാഭം കിട്ടിയല്ലോ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആ മനുഷ്യൻ ഇങ്ങനെ തെരഞ്ഞു നടക്ക, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ തിരയുക. ആരാ? കാരണം ആളാരാന്ന് ഇദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം എവിടെയോ പോയിട്ട് വരുമ്പോഴത്തേക്ക് സ്റ്റാഫാണ് കച്ചവടം നടത്തിയിരിക്കുന്നത്. അങ്ങനെ തെരഞ്ഞ് അവസാനം
കണ്ടുപിടിച്ചപ്പോൾ പോയി കയ്യെ പിടിച്ചിട്ട് കരയുകയാ. ഒന്നുകിൽ ഈ 5 രൂപ നിങ്ങൾ തിരിച്ചു വാങ്ങണം, ഒന്നുകിൽ നിങ്ങൾ 5 രൂപ തിരിച്ചു വാങ്ങണം, അല്ലെങ്കിൽ 10 രൂപയുടെ വീട് വാങ്ങണം. ആ മനുഷ്യൻ പറഞ്ഞു, ഞാനിത് തന്നതല്ലേ, എനിക്ക് വേണ്ട, പറ്റൂല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവസാനം ആ മനുഷ്യൻ്റെ കയ്യിൽ പിടിച്ച് തിരിച്ചു കൊണ്ടുവന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ 5 രൂപ തിരിച്ചു കൊടുത്തു. 5 രൂപ തിരിച്ചു കൊടുത്തു. എന്നിട്ട് വളരെ സന്തോഷത്തോടു കൂടി തിരിച്ചു മടങ്ങി പോകുമ്പോൾ ആ മനുഷ്യൻ പോലും ചോദിച്ചു, ആ പോകുന്ന മനുഷ്യനാരാ? ഇങ്ങനെയും ആൾക്കാർ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടോ? ഇവരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ മഴ പെയ്യുന്നതെന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളോ പടച്ചവനെ കള്ളസത്യം വരെ ചെയ്യുക. ഉദാഹരണം പറഞ്ഞ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഈ മീൻകച്ചവടക്കാരെയൊക്കെ ചിന്തിക്കാറുണ്ട്. പടച്ചോനെ, ഈ ഐസൊക്കെ ഇട്ട മീൻ എടുത്ത് വെച്ചിട്ട് അള്ളാണ് നല്ല മീൻ ഉസ്താദ്, അള്ളാണ്, അതിനകത്ത് അള്ളാഹെ പിടിച്ച് നിർത്താം. പല കാര്യങ്ങൾക്കും നമുക്കറിയുന്ന പല കാര്യങ്ങൾ കച്ചവടത്തിലൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് സത്യ ഉസ്താദ് ഫ്രഷ് സാധനം, ഉസ്താദ് ഫ്രഷ്. എൻ്റെ പൊന്നാര ചങ്ങാതിമാരെ, കാളയെ വെട്ടിയിട്ട് പോത്തെന്ന് പറഞ്ഞു കൊടുക്കുന്ന മഹാന്മാരില്ലേ? പറയില്ലേ? പറയാൻ മടിയുണ്ടോ? പോത്തിറച്ചിയാന്ന് പറഞ്ഞിട്ട് അപ്പോഴും അവൻ പറയണ്ട അള്ളാണ്. അള്ളാഹെ വലിച്ചതിനകത്ത് എന്തിനാ മനസ്സിലായിടുന്നത്? 10 രൂപ ലാഭം കിട്ടുന്നതിന് വേണ്ടി അതിനകത്ത് പോലും പടച്ചവനെ പിടിച്ചിടുന്ന മഹാന്മാരുണ്ട്, ഇല്ലേ? എന്ത് ചങ്ങാതിമാരപ്പാ അങ്ങനെയൊക്കെ ചെയ്യണേ? എന്തിനാ? ചെയ്യാൻ പാടില്ലല്ലോ, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കച്ചവടത്തിൽ അങ്ങനെ കള്ളത്തരം കാണിക്കാൻ പാടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ മുഹമ്മദ് ബിൻ മുൻകദ് റളിയല്ലാഹു തആല അൻഹു 5 രൂപയുടെ വീട് തൻ്റെ സ്റ്റാഫ് അറിയാതെ 10 രൂപ വാങ്ങിയിട്ട് 5 രൂപയുടെ വീട് കൊടുത്തപ്പോൾ ഓടിച്ചെന്ന് പിടിച്ചു വാങ്ങിയിട്ട് പൈസ തിരിച്ചു കൊടുത്തിട്ട് തിരിച്ചു പോകുമ്പോൾ ആ മനുഷ്യൻ ചോദിക്കാതെ ആരാന്ന്? അപ്പോഴാ ജനങ്ങൾ പറഞ്ഞു കൊടുത്തത് മുഹമ്മദ് ബിൻ മുൻകദ് റളിയല്ലാഹു തആല അൻഹു. ആ സമയത്ത് നെഞ്ചത്ത് കൈവച്ചിട്ട് പറയുകയാ, ഇങ്ങനെയുള്ള നല്ല കച്ചവടക്കാരുള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ നാട്ടിൽ മഴ പെയ്യുന്നതെന്ന്. നമ്മുടെ നാട്ടിൽ ഭൂകമ്പം ഉണ്ടാവും. ഇതൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ മഴ പെയ്ത അവസാനം അത് വെള്ളപ്പൊക്കം ഉണ്ടാവാനുള്ള കാരണം എന്താ? കള്ളസത്യം ചെയ്തിട്ട് ഒരിക്കലും കച്ചവടം നടത്തരുത്. അവൻ്റെ കച്ചവടത്തിലും ദുനിയാവിലും ആഖിറവും നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരിക്കലും സത്യം ചെയ്യാൻ പാടില്ല എന്ന്. എല്ലാവരും ഏത് കാര്യത്തിനും സത്യം, ഖുർആനാണ് സത്യം. സത്യം ചെയ്യാൻ പാടുണ്ടോ? ഖുർആനെ പിടിച്ച് സത്യം ചെയ്യുന്നവരുണ്ട്, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഖുർആനെ പിടിച്ച് സത്യം ഉണ്ടോ മനുഷ്യന്മാരെ? ആ സലീം ഉസ്താദെ വരീന്നേ, നിങ്ങളിങ്ങനെ മാറി നിൽക്കണേ, എന്തുവാ? ഖുർആൻ പിടിച്ച് സത്യം ഇടാൻ പാടുണ്ടോ? 10 കിതാബാണ് സത്യം, 30 ജുസുവാണ് സത്യം, അല്ലേ? പിന്നെ മുത്ത് നബിയാണ് സത്യം സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സത്യത്തിൽ സത്യം എന്തുകൊണ്ടാണ് ഇടേണ്ടത്? പറ. സ്വലാത്ത് പറഞ്ഞ 3 സ്വലാത്ത്. സല്ലല്ലാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ദുനിയാവും ആഖിറവും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പോൾ സത്യം ഇടുന്ന എന്തുകൊണ്ടാണ് സത്യം ചെയ്യാൻ പറ്റൂ? അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ സത്യമുള്ളൂ. അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ എല്ലാവരും സത്യമിടും. 2 കാര്യങ്ങൾ കൊണ്ട്. അള്ളാഹുവിനെ കൊണ്ട് സത്യം, വല്ലാഹി സത്യം, ഇങ്ങനെ ഇടാറുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞ് സത്യം ചെയ്തിട്ട് ആ സത്യം തെറ്റിച്ചാൽ അതാ മനസ്സിലാക്കണ്ടേ. ഒരാൾ പറയുന്നു വല്ലാഹി സത്യം ഞാൻ ഇന്ന കാര്യം ചെയ്യും, വല്ലാഹി സത്യം ഞാൻ ഈ വരുന്നവർക്ക് എല്ലാവർക്കും ഞാൻ ഭക്ഷണം കൊടുക്കും, അല്ലെങ്കിൽ വല്ലാഹി സത്യം ഞാൻ പൈസ തരും എന്ന് സത്യം ചെയ്തു. അള്ളാഹുവിനെ കൊണ്ട് സുമ്മ വല്ലാഹി എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ സത്യം ചെയ്തിട്ട് ആ സത്യം തെറ്റിച്ചാൽ പിന്നെ എന്ത് ചെയ്യണ്ടേ? പഠിച്ചോ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരറിവാ, കാണുന്നതിനും പിടിക്കുന്നതിനൊക്കെ സത്യം ചെയ്യുന്നവർ കേൾക്കണം. ഒരാൾ വല്ലാഹി സത്യം ഞാൻ ഇന്നത് ചെയ്യുമെന്ന് സത്യം ചെയ്തിട്ട് ഞാൻ ആ സത്യം തെറ്റിച്ചാൽ, ആ സത്യം ഞാൻ തെറ്റിച്ചാൽ എനിക്കെന്താ ശിക്ഷ? ഞാൻ എന്തേ ചെയ്യേണ്ട പരിഹാരമായിട്ട് അറിയോ? ഒന്നുകിൽ 60 പാവങ്ങൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ 3 ദിവസം ഞാൻ നോമ്പ് പിടിക്കണം ആ സത്യം ലംഘിച്ചതിൻ്റെ പേരിൽ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ എന്ത് ചെയ്യണം?
വല്ലാഹി സത്യമെന്ന് പറഞ്ഞ് സത്യം ചെയ്ത് ഞാൻ തരില്ല, ഞാൻ എടുക്കില്ല, ഞാൻ പോകില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ തെറ്റിച്ച് കഴിഞ്ഞാൽ ഒന്നീ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം, ഇല്ലെങ്കിൽ 3 ദിവസം നോമ്പുടിക്കണം. 2ആണെന്നും 3ആണെന്നൊക്കെ ഹദീസിന്റെ കിതാബിലുണ്ട്. പടച്ചോരെ, ഇന്ന് വരെ ആർക്കെങ്കിലും നമ്മൾ ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ, നോമ്പ് പിടിച്ചിട്ടുണ്ടോ? അല്ലാഹു